ധാർമ്മികതയുടെ പ്രഭാഷണ ഗിരിശൃംഗം തീർക്കുന്ന വഹാബി പുരോഹിതന്റെ കുടുംബം തെങ്ങ് കള്ള് ചെത്താൻ അനുവദിച്ചെന്ന് പുത്രൻ പറയുന്നു. അതിൽ ഒരു തെങ്ങിൽ നിന്നുള്ള കള്ള് ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നുവെന്ന് ബഷീർ മാസ്റ്റർ പറയുന്നു. നവോത്ഥാനത്തിന്റെ നാഡീമിടിപ്പറിയാൻ ഇനി അന്വേഷണങ്ങൾ അധികം വേണ്ടിവരുന്നില്ല. നമ്മൾ പണ്ടൊക്കെ എന്റെയൊക്കെ ഉമ്മ പറയാറുണ്ട്, അവരൊക്കെ അപ്പൊ ഒരു ദിവസം ഇയാൾക്കാണെങ്കിൽ 2 തെങ്ങ് വെച്ചിട്ട് ഒരു തെങ്ങ് മറ്റേ ആൾക്കാണെങ്കിൽ ഒരു തെങ്ങ് ഇയാൾക്ക് ഇവർക്കാവും. വീട്ടില് നമ്മളൊക്കെ വീട്ടില് ചെത്തിയിരുന്നു. ചെത്തുകൾക്ക് മറ്റേ തെങ്ങ് വീട്ടുകാർ പഴയകാലം മുതൽ ഇത് ഉപയോഗിച്ചിരുന്നു. മാഷെ കുടുംബം ഇതുമായിട്ട് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ അത് ശരിക്കും അനുഭവ പാഠം. അതെ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. മലബാറിൽ മുഴുവൻ ബ്രിട്ടീഷ് രാജായിരുന്നില്ല, ബ്രിട്ടീഷുകാരുടെ രാജ്യമായിരുന്നല്ലോ മലബാർ. നേരെ മറിച്ച് മറ്റിടത്ത് നമുക്ക് റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു? അപ്പൊ അത് പകുതി പേർക്ക് ഇപ്പൊ ആകെ എന്താ കൊടുക്കണ വെച്ചാൽ കേര കർഷകന് 100 രൂപ കൊടുക്കും ചെത്തുകാരൻ ഒരു മാസത്തില്. ഇത്രയും തുക ഉണ്ടായിട്ട്, അതായത് ഒരു ദിവസം 5 ലിറ്റർ ആണെങ്കിൽ 30 ദിവസം കൊണ്ട് 150 ലിറ്റർ കള്ള്. 150 ലിറ്റർ 150 ഇൻറ്റു 30, 1 ലിറ്ററിന് 30 രൂപ വെച്ചിട്ട് അവർ വിൽക്കുന്നത്. 4500 രൂപ അല്ലേ? 4500 തന്നെ അല്ലേ? 150 150 1500 4500 രൂപ അവന് കിട്ടുമ്പോ യഥാർത്ഥ ഉൽപാദകനായ കർഷകന് കൊടുക്കുന്നത് 100 രൂപ. അതിന് കാരണം ഇവിടെയുള്ള അബ്കാരി നിയമം ആ നിയമം ഉണ്ടാക്കിയ ജനാധിപത്യം എന്ന് പറയുന്ന സർക്കാർ. അത് എന്ത് ജനാധിപത്യമാണ്? ഈ കർഷകന്റെ പിച്ചച്ചട്ടി എടുത്തിട്ട് അബ്കാരിക്ക് കൊടുക്കുന്നത് ഒരു ജനാധിപത്യമാണ്. ധാർമ്മിക ഇവിടെയുള്ള പൊള്ളയായ ധാർമ്മിക വിശ്വാസങ്ങളും.